Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് മിസ്പ്ലേസ് ചെയ്ത് പോവുക അല്ലെങ്കിൽ തെഫ്റ്റ് ആയിട്ട് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവരെ പോയി കണ്ടു നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പേരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഈ ചാനൽ പ്രത്യേകിച്ച് ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കാർഡ് കുറേ പേർക്ക് സംശയമായിരിക്കും. ഇഷ്ടംപോലെ നമുക്ക് കമൻറ്റ് വരാൻ നമ്മുടെ മെയിൻ ചാനലിൽ നമുക്ക് കമൻറ്റ് ഇഷ്ടംപോലെ വരാറുണ്ട്. നമ്മുടെ കാർഡ് കളഞ്ഞു പോയി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഓരോ ബാങ്കിൻ്റെയും ഓരോ നോർമലി എല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം എല്ലാ ക്രെഡിറ്റ് കാർഡിനും അവരവരെ എന്താ പറയുക ആപ്പ് സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് ആപ്പിൽ കൂടെ മാനേജ് ചെയ്യാൻ പറ്റും കാർഡുകളെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലത്തെ മെയിൻ അഡ്വാൻറ്റേജ് നമ്മുടെ ഈ ആപ്സും കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കാർഡ് കളഞ്ഞു പോയി അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയിട്ട് കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ആപ്പ് സപ്പോർട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു കാർഡിൻ്റെ ആപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ആപ്പിൽ കയറിയിട്ട് നമുക്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ടെമ്പററി ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ടെമ്പററി ബ്ലോക്ക് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഇത് പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യുന്ന സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ആവുക. അപ്പോൾ അതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കാർഡ് കളഞ്ഞു പോയി, പ്രത്യേകിച്ച് കളഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാർഡ് എന്താ പറയുക പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യുക, പുതിയ റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്യാം. പുതിയ റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്യുമ്പോൾ ചാർജസ് വരും. നോർമലി നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് കാർഡ് ആണെങ്കിൽ നോർമൽ ചാർജസ് തന്നെ വരുള്ളൂ. ഒരു 200-ൻ്റെയും അതായത് പറഞ്ഞാൽ തന്നെ 300-ൻ്റെയും റേഞ്ചിൽ നമുക്ക് പ്രൈസ് വരും. അത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലും വരും. അതായത് വരിക, അല്ലാണ്ട് ക്യാഷ് അയച്ചു കൊടുക്കുന്ന പരിപാടി സംഭവമൊന്നും ഇല്ല. എല്ലാ സംഭവങ്ങളും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വരിക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആപ്പ് സപ്പോർട്ട് സംഭവങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവരെല്ലാവർക്കും ഒരു ടോൾ ഫ്രീ നമ്പർ സംഭവം ഉണ്ടായിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് പക്ഷേ അത് കുറച്ചുകൂടി സ്ലോ ആവും. എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ അല്ലെങ്കിൽ വേറെ നമ്പർ വഴി നമുക്ക് ബ്ലോക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ SMS ബ്ലോക്കിംഗ് നിങ്ങൾക്ക് അറിയാം. SMS ബാങ്കിങ് പറഞ്ഞ പോലെ തന്നെ SMS ബ്ലോക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഒരു SMS നമ്പർ നമ്മുടെ കാർഡ് നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് അപ്പോൾ തന്നെ ബ്ലോക്ക് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആപ്പിൽ കയറിയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നിങ്ങളുടെ കസ്റ്റമർ കെയറോ ടോൾ ഫ്രീ നമ്പറോ വിളിച്ചിട്ട്. ഇപ്പോൾ നോർമലി എല്ലാ ക്രെഡിറ്റ് കാർഡിനും ഇപ്പോൾ ഈ കാർഡ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ ആക്ച്വലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ അല്ല വിളിക്കേണ്ടത്. അവർക്ക് ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ നമ്പർ വേറെ ഉണ്ട് ഈ ബ്ലോക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കാർഡാണ് SBI കാർഡാണെങ്കിൽ SBI കാർഡ് അവരുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വിളിച്ച് വേഗം ബ്ലോക്ക് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ക്രെഡിറ്റ് കാർഡ് പോയി കഴിഞ്ഞാൽ പണിയാണ്. ചാൻസസ് നമുക്ക് പണി വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനൊന്നും നമുക്ക് OTPൻ്റെ ആവശ്യമില്ല. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടിയാൽ തന്നെ നമ്മുടെ കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇൻ്റർനാഷണൽ സൈറ്റിലും ഇൻ്റർനാഷണൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഇത് വേഗം ചെയ്യേണ്ട സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാണ്ട് ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് ബ്ലോക്ക് ചെയ്യുക, റീപ്ലേസ്മെൻറ്റ് കാർഡ് ഓർഡർ ചെയ്യുക. അതും പിന്നെ നിങ്ങൾക്ക് ആ കാർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ നോർമലി ഇപ്പോൾ എല്ലാ ബാങ്കുകളും കൊടുക്കുന്നുണ്ട് അവരുടെ കാർഡിൽ തന്നെ.